الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവാനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അല്ലാഹുവിന്റെ ദീനിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും അവനിഷ്ടപ്പെട്ട വഴിയിൽ മരണം വരെ അടിയുറച്ചു മുന്നോട്ടു പോകാനും മരണാനന്തരം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചുകൂടാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, അവഗണനയും ശാപവാക്കുകളും മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങളും നമുക്കൊരിക്കലും സഹിക്കാവുന്ന കാര്യമല്ല. എന്നെ കൈകൊണ്ട് തല്ലിയിരുന്നെങ്കിൽ എനിക്കത് സഹിക്കാമായിരുന്നു. പക്ഷെ അയാളുടെ വാക്കും അയാളുടെ അവഗണനയും അയാൾ കാണിക്കുന്ന ഈ മോശപ്പെട്ട പ്രതികരണവും എനിക്ക് സഹിക്കാൻ സാധിക്കില്ലെന്ന് പറയുന്ന നമ്മൾ ഓരോരുത്തരും എത്രത്തോളം ഇത്തരം വിഷയങ്ങൾക്ക് ഗൗരവം കാണിക്കുന്നുണ്ട് എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയെങ്കിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പടച്ച റബ്ബ്, നമ്മെ സദാസമയം നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പടച്ച റബ്ബ്, നമുക്ക് വേണ്ടതെല്ലാം നൽകുന്ന പടച്ച റബ്ബ്, നാളെ പരലോകത്ത് ആരുടെ റഹ്മത്താണോ നാം കാക്ഷിക്കുന്നത് ആ പടച്ച റബ്ബ് നമ്മെ വെറുക്കുന്നു, നമ്മെ ശപിക്കുന്നു, നമ്മെ അകറ്റി നിർത്തുന്നു, അവന്റെ റഹ്മത്ത് നമുക്ക് നേരെ തടഞ്ഞുവെക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര ഗൗരവമായിരിക്കും ആ കാര്യം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ശാപവും കോപവും അവന്റെ പക്കൽ നിന്നുള്ള ആ ഒരു വെറുപ്പും നേടിയെടുക്കാതെ ജീവിച്ചു മരിക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ പടപ്പുകൾ അഖിലവും നമുക്കെതിരെ തിരിഞ്ഞാലും ആ ഒരു പടച്ചറബിന്റെ തൃപ്തി മാത്രം മതി നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാനായിട്ട്, ദുനിയാവിൽ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാനായിട്ട്. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ശാപം ലഭിച്ച വ്യക്തിയാണ് പിശാച്. ആ പിശാചിന്റെ പണിയെന്താണ്? ആളുകളെ അവന്റെ വഴിയിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ്. ആ പിശാചിന്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അവന്റെ പ്രവർത്തനങ്ങളും അവൻ പ്രലോഭിപ്പിക്കുന്ന തിന്മകൾക്കും നാം പിടികൊടുത്തു കഴിഞ്ഞാൽ, അള്ളാഹുവിനെ കൈയൊഴിഞ്ഞ് പിശാചിന്റെ വഴികളെ നാം പിൻപറ്റിക്കഴിഞ്ഞാൽ ദുനിയാവിലും നമുക്ക് നഷ്ടമാണ്, പരലോകത്തും നമുക്ക് നഷ്ടമാണ്. അള്ളാഹുവിന്റെ ശാപകോപത്തിന് നാം ഇരയാകും എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നിരവധി ഇടങ്ങളിലൂടെ പിശാചിനെക്കുറിച്ചുള്ള താക്കീത് നമുക്ക് നൽകുന്നുണ്ട്. അലം അഹദ് ഇലൈക്കും യാ ബനി ആദമ
അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. ആദമിന്റെ സന്തതികളെ, നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, നിങ്ങളുമായി കരാറ് വാങ്ങിയിട്ടില്ലേ, നിങ്ങൾ പിശാചിനെ പിന്തുടരരുത് എന്ന്? അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണ് എന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എന്നതാണ്. സഹോദരന്മാരെ, പിശാച് അല്ലാഹുവിന്റെ മുമ്പിൽ ശപഥം ചെയ്തിരിക്കുകയാണ്. ലഅത്തഖിദന്ന മിൻ ഇബാദിക നസീബൻ മഫ്റൂദ, തീർച്ചയായിട്ടും നിന്റെ ദാസന്മാരിൽ ഒരു നിശ്ചിത വിഹിതം എന്റെ ആളുകളായിട്ട് ഞാൻ മാറ്റി തീർക്കുമെന്ന് പിശാച് അല്ലാഹുവിനോട് പറഞ്ഞിട്ടുണ്ട്. ആ പിശാചിന്റെ കൂട്ടത്തിലാണോ നാം ഉള്ളത്, അല്ലാഹുവിന്റെ കൂടെയാണോ നാം ഉള്ളത് എന്ന് നാം പരിശോധിക്കേണ്ടതാണ്. അല്ലാഹുവിലേക്ക് നാം കൂടുതൽ അടുക്കും തോറും പടച്ച റബ്ബ് നമുക്ക് സമാധാനവും സന്തോഷവും പ്രതീക്ഷയും നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിശാചിലേക്ക് അടുക്കും തോറും അല്ലാഹു നമ്മെ കൈയൊഴിയുകയും അല്ലാഹുവിന്റെ ശാപത്തിന് നാം പാത്രമാവുകയും ചെയ്യും. അതുകൊണ്ട് പിശാചിന്റെ മാർഗം സ്വീകരിക്കാതിരിക്കുക എന്നതാണ് നാം ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം, പിശാചിന്റെ കൂട്ടാളികളായിട്ടുള്ള ചില ആളുകളുണ്ട്. അവരെ അല്ലാഹു ശപിച്ചിട്ടുണ്ട്. വഖാലൂ ഖുലൂബുനാ ഗുൽഫുൻ ബൽ ലഅനഹുമുല്ലാഹു ബികുഫ്രിഹിം ഫഖലീലൻ മാ യുഅ്മിനൂൻ. ജൂതന്മാരെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങളുടെ മനസ്സുകൾ അടഞ്ഞുകിടക്കുകയാണ്, ഈ സത്യം ഉൾക്കൊള്ളാൻ അവർക്ക് സാധ്യമാകാത്ത വിധം അവരുടെ നിഷേധം കാരണമായി അല്ലാഹു അവരെ ശപിച്ചിരിക്കുകയാണ് എന്നാണ്. മതത്തെ കുത്തിപ്പറയുകയും കളിയാക്കുകയും ചെയ്യൽ അവരുടെ സ്വഭാവമായിരുന്നു. കരാറിലേർപ്പെട്ടാൽ അത് ലംഘിക്കുമായിരുന്നു. അല്ലാഹുവിന്റെ കാരുണ്യത്തെ അവർ മോശമായി കാണുകയും പടച്ച റബ്ബ് ചിലവഴിക്കാത്തവനാണ്, അവൻ കൈകൾ പൂട്ടിവെച്ചവനാണ് എന്ന് പറയുമായിരുന്നു. പ്രവാചകന്മാരെ കൊന്നൊടുക്കിയ ചരിത്രം ജൂതന്മാർക്ക് പറയാനുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അതിശക്തമായ വിഷം നൽകി പ്രവാചകനെ കഴിപ്പിച്ചത് ആ ജൂതന്മാരായിരുന്നു എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാത്രമല്ല, ലോകത്ത് വന്ന പല പ്രവാചകന്മാരെയും അവർ ഉപദ്രവിച്ചിട്ടുണ്ട്, പലരെയും അവർ കൊന്നൊടുക്കിയിട്ടുണ്ട്. മറിയം അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് വ്യഭിചാരോപണം നടത്തിയിട്ടുണ്ട്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കൊന്നുവെന്ന് അവർ വാദിച്ചിട്ടുണ്ട്. പ്രവാചകന്മാരുടെ ഖബറിനെ കെട്ടിപ്പൊക്കി അവിടെ ആരാധനാലയങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ഈ വിഷയങ്ങളിലെല്ലാം ഇത്തരം ആളുകൾ ശപിക്കപ്പെട്ടവരാണ് എന്ന് ഹദീസുകളിൽ കാണുമ്പോൾ, സുഹൃത്തുക്കളെ, നാം ട്രെൻഡായിട്ടും മോഡലായിട്ടും ഫാഷനായിട്ടും ഇന്ന് അനുകരിക്കുന്നത് ആരെയാണ് എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. ന്യൂ ഇയർ ആഘോഷിക്കുമ്പോൾ, മറ്റു പല ആഘോഷങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് നാം ചേർത്ത് വെക്കുമ്പോൾ, ലതത്തബിഅന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ, എന്റെ ഉമ്മത്ത് ജൂത ക്രൈസ്തവരെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റുന്ന സാഹചര്യമുണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഒരു മാർഗത്തെ പിൻപറ്റുന്നവരിലേക്ക് നാം മാറുന്നുണ്ടോ എന്ന് ചിന്തിച്ചില്ലെങ്കിൽ അവരുടെ കൂടെ നമ്മളും ശപിക്കപ്പെട്ടവരായി മാറുമെന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. മൂന്നാമത്തെ വിഷയം, സുഹൃത്തുക്കളെ, പലിശയുമായി ബന്ധപ്പെടുന്ന ആളുകളാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പലിശയുമായി ബന്ധപ്പെട്ട ഇടപാടുകളെയെല്ലാം ശപിച്ചതായിട്ട് പ്രഖ്യാപിച്ചു. ലഅന റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ ശപിച്ചിരിക്കുന്നു, അകിലുർ റിബ വ മുകിലഹു വ കാതിബഹു വ ഷാഹിദൈഹി, പലിശ തിന്നുന്നവനെ, അത് മക്കളെയും കുടുംബത്തെയും മറ്റുള്ളവരെയും തീറ്റിക്കുന്നവനെ, അത് എഴുതി വെക്കുന്നവനെ, അതിന് സാക്ഷി നിൽക്കുന്നവനെ, ഹും സവാഉൻ, എല്ലാവരും തുല്യമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അതോടൊപ്പം നമ്മൾ ഗൗരവത്തോടുകൂടെ കാണേണ്ട കാര്യമാണ്, അവസാന കാലമാകുമ്പോൾ ഈ പലിശയുടെ ചെറിയൊരംശമെങ്കിലും നുകരാത്ത ഒരാളും ഉണ്ടാവുകയില്ല എന്നാണ്. വ്യഭിചാരത്തെക്കുറിച്ചും റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വ്യഭിചാരത്തിന്റെ ഒരു അംശം പോലും നുകരാത്ത, ഒന്നുകിൽ കണ്ണുകൊണ്ടെങ്കിലും കാതുകൊണ്ടെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും കൈകാലുകൾ കൊണ്ടെങ്കിലും വ്യഭിചാരത്തിലേക്ക് അടുക്കാത്ത ആളുകൾ ഉണ്ടാവുകയില്ലെന്ന് പ്രവാചകൻ പറഞ്ഞതുപോലെ പലിശയിലേക്ക് ആളുകൾ അടുത്തുപോകുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ്. ഇന്ന് പലിശയെ പലിശയായിട്ട് പലരും പറയാതിരിക്കുന്നു. മറ്റു പല പേരുകളിലുമാണ് പലിശയെ അവർ പരിചയപ്പെടുത്തുന്നത്. സഹോദരന്മാരെ, പലിശയുടെ ഗണത്തിൽപ്പെടുന്ന ഏതെങ്കിലും ഒരു അംശം നമ്മുടെ വരുമാനത്തിലേക്ക് വന്നാൽ, നമ്മുടെ മറ്റേതെങ്കിലും കാര്യങ്ങളിലേക്ക് വന്നാൽ, നമ്മൾ അതിന്റെ പേരിൽ ഉത്തരവാദികളാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രവാചകൻ ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആളുകളാണ് പലിശ തിന്നുന്ന, അത് തീറ്റിക്കുന്ന, അത് എഴുതി വെക്കുന്ന, അതിന് സാക്ഷ്യം വഹിക്കുന്ന ആളുകൾ എന്നതാണ്. ഈ 4 വിഭാഗത്തിൽ നിന്നും മുക്തമായില്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലഅനത്ത് നമുക്കുണ്ടായിരിക്കും എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, നാലാമത്തെ കാര്യം, പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലായി നമുക്ക് കടന്നുവരും. ആ അവസരങ്ങളെ പാഴാക്കിക്കളയുന്നവർക്ക് ശാപമുണ്ട്. അതിലൊന്നാണ് റമദാൻ.
റമദാൻ കടന്നു വന്നിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടാത്തവന് ശാപമുണ്ടെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശപിച്ചു പ്രാർത്ഥിച്ചത് ജിബ്രീലും ആമീൻ പറഞ്ഞത് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമാണ്. എത്രയധികം റമദാനുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയി. റമദാൻ മാസത്തിൽ മാത്രമാണ് റമദാനിനെക്കുറിച്ചും പാപങ്ങളെക്കുറിച്ചും നാം സംസാരിക്കുന്നത്. റമദാൻ കഴിഞ്ഞാൽ പഴയതുപോലെ തന്നെ തിന്മകളിലേക്ക് നാം മടങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അതിൽ ആസ്വാദനം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. നമുക്ക് തികഞ്ഞ ബോധ്യമുണ്ട്, ഈ കാഴ്ച ശരിയല്ല, ഈ കേൾവി ശരിയല്ല, ഈ ഇടപാടുകൾ ശരിയല്ല, ഇത് പടച്ച റബ്ബ് ഹറാമാക്കിയ ക്രയവിക്രയങ്ങളാണ്, ജീവിത ശൈലിയാണ് എന്ന് തികഞ്ഞ ബോധ്യമുണ്ടായിട്ടും ആ പാപങ്ങളിലൂടെ നമ്മൾ ജീവിതത്തെ തുടർത്തിക്കൊണ്ടുപോകുമ്പോൾ സുഹൃത്തുക്കളെ, ഇതിന്റെ അന്ത്യം എവിടെയാണ്? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. മരണം നുകരാത്ത ഒരാളും തന്നെയില്ല. തന്റെ സ്കൂട്ടിയിൽ റോഡ് സൈഡിൽ നിൽക്കുന്ന ഒരു സുന്ദരിയായ ചെറുപ്രായക്കാരിയുടെ ദേഹത്തേക്കാണ് ഒരു ടോറസ് വലിയ ലോറി ഇടിച്ചു കയറിയത്. ആ റോട്ടിൽ നിന്ന് ആ പെൺകുട്ടിയുടെ തലയോട്ടി, ആ തലച്ചോറ് കൈകൊണ്ട് വാരിയെടുത്ത് ബക്കറ്റിലേക്കാക്കുന്ന വീഡിയോ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. എല്ലാ തിന്മകളുടെയും ഒരു അന്ത്യമെന്ന് പറയുന്നത് നമ്മുടെ മരണമാണ്. കള്ളില്ലാത്ത ഒരു ലോകത്തേക്ക്, അനാവശ്യമില്ലാത്ത ഒരു ലോകത്തേക്ക്, അശ്ലീലതകളും ആഭാസങ്ങളുമില്ലാത്ത, അവിഹിത ബന്ധങ്ങളുമില്ലാത്ത ഒരു ലോകത്തേക്ക് നാം പറിച്ചു നടപ്പെടുമ്പോൾ നമ്മുടെ അലമാരയുടെ മൂലയിൽ ഒളിപ്പിച്ചു വച്ച ഒരു കുപ്പി മദ്യമുണ്ടെങ്കിൽ അതാര് കുടിക്കുമെന്നത് നാം തിരിച്ചറിയേണ്ടതാണ്. സുഹൃത്തുക്കളെ, പാപത്തിനൊക്കെ ഒരു അന്ത്യമുണ്ട്. ആ അന്ത്യം നമ്മുടെ മരണമാകരുതേ എന്നായിരിക്കണം നാം പ്രാർത്ഥിക്കേണ്ടത്. ഇന്നത്തെ ഈ നിമിഷത്തിൽ എനിക്ക് മാറാൻ പറ്റിയെങ്കിലെന്ന് ആഗ്രഹിക്കാനും, ആ മാറ്റത്തിന് എത്ര വലിയ വേദനയുണ്ടെങ്കിലും അത് സഹിച്ചാലും, അതിന്റെ പേരിൽ ഞാൻ മരിക്കേണ്ടി വന്നാലും സഹിച്ചുകൊണ്ട് പടച്ച റബ്ബിന്റെ ദീനിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞോടാനുള്ള ഒരു മനസ്സ് നാം കാണിക്കണം. കാരണം തെറ്റ് ചെയ്യാൻ പടച്ച റബ്ബ് നമ്മളോട് പറഞ്ഞിട്ടില്ല, നമ്മളായിട്ട് ചെന്ന് തുടങ്ങിയതാണ്. നമ്മുടെ കൂട്ടുകാർ നമുക്കായിട്ട് പകർന്നു നൽകിയതാണ്. പടച്ച റബ്ബ് അതിന്റെ ദുരന്തങ്ങളെല്ലാം മുന്നറിയിപ്പ് നൽകിയിട്ടും ആ ദുരന്ത ഭൂമിയെ നാമായിട്ട് തെരഞ്ഞെടുത്തതാണ്. അതുകൊണ്ട് അതിന്റെ പേരിൽ നാം വിലപിക്കുന്നതിലോ ഖേദിക്കുന്നതിലോ പ്രയാസം അനുഭവിക്കുന്നതിലോ ഒരർത്ഥവുമില്ല. ഇതിന്റെ ഉത്തരവാദി ഞാൻ മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേദന സഹിച്ച് മടങ്ങിയില്ലെങ്കിൽ സുഹൃത്തുക്കളെ, ശാപമുണ്ടെന്നാണ്. മറ്റൊന്ന്, അതേ ഹദീസിൽ പറഞ്ഞത്, പ്രായമായ മാതാപിതാക്കൾ, അവരെ വേദനിപ്പിക്കുന്ന, അവരെ പ്രയാസപ്പെടുത്തുന്ന, അവരെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകൾ, പ്രായമായ മാതാപിതാക്കൾ ഉണ്ടായിട്ട് അവരെ പരിചരിച്ചിട്ട് സ്വർഗം നേടാൻ പരിശ്രമിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും വലിയ ഹതഭാഗ്യരാണ്. സുഹൃത്തുക്കളെ, എന്താണ് ജീവിതം? എന്തിനാണ് ജീവിതം? ഇവിടെ അടിച്ചു പൊളിക്കാനാണ് ജീവിതമെന്ന് പറഞ്ഞവർക്ക് തെറ്റിപ്പോയില്ലേ? നാഷണൽ ഹൈവേയുടെ ആ സർവീസ് റോഡിലൂടെ ഒരാൾ തന്റെ വാഹനവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തൊട്ടു മുകളിലുള്ള മീതെയുള്ള മേൽപ്പാലമാണ് അയാളുടെ ദേഹത്തേക്ക്, അയാളുടെ വാഹനത്തിലേക്ക് അമർന്നു വീണത്. അല്ലെ, ആ ടയോട്ടക്കകത്ത്, ആ വണ്ടിക്കകത്ത് അമർന്നുപോയ മനുഷ്യന് എന്താണ് സുഹൃത്തുക്കളെ ചെയ്യാൻ സാധിക്കുക? ഒരുപക്ഷെ ജിമ്മിൽ പോയിട്ട് അവിടുത്തെ വെയിറ്റ് അയാൾ എടുത്തിട്ടുണ്ടാകണം, അതിന് അയാൾക്ക് താങ്ങാൻ പറ്റാത്തതിൽ വലിയ ഭാരങ്ങൾ അയാൾ താങ്ങിയിട്ടുണ്ടാകണം. പക്ഷെ ഇത്രയും വലിയ ഒരു കോൺക്രീറ്റ് ഭിത്തി തന്റെ ദേഹത്തേക്ക്, തന്റെ വാഹനമടക്കം വീണിട്ട് എന്താ സുഹൃത്തുക്കളെ ചെയ്യാൻ സാധിക്കുന്നത്? ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും നമുക്കായിട്ട് നേടാനില്ലെന്ന സത്യം എപ്പോൾ നാം തിരിച്ചറിയുന്നോ അന്ന് നാം പടച്ച റബ്ബിന്റെ ദീനിലേക്ക് മടങ്ങും. പിന്നീട് നമ്മുടെ അജണ്ട സ്വർഗം മാത്രമായിരിക്കും. ബിഅറുമാ കിണർ വിലക്ക് വാങ്ങുന്നവർക്കിതാ സ്വർഗമുണ്ടെന്ന് പറഞ്ഞപ്പോൾ താൻ അധ്വാനിച്ചുണ്ടാക്കിയ സ്വർണ്ണക്കീ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ പ്രവാചകന് നേരെ വെച്ചു നീട്ടി, അള്ളാഹുവിന്റെ റസൂലെ, എനിക്ക് വേണം ആ സ്വർഗം, ബിഅറുമാ കിണർ ഞാൻ വാങ്ങിച്ചു കൊടുക്കാമെന്നാണ്. അത്യുഷ്ണമുള്ള ചൂടത്ത് തബൂക്കിലേക്ക് സഹാബത്ത് പുറപ്പെട്ടപ്പോൾ കപടന്മാർ മാറി നിന്നു. ഈ ചൂടത്ത് യുദ്ധത്തിന് ഞങ്ങൾക്കാവില്ലെന്ന് പറഞ്ഞ് അവർ മാറി നിന്നപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ സഹാബത്ത് പട്ടിണി സഹിച്ച് വയറൊട്ടിയവരായി അത്യുഷ്ണമുള്ള ആ ഒരു അന്തരീക്ഷത്തിൽ തബൂക്കിലേക്ക് അവർ പുറപ്പെട്ടിറങ്ങി. എന്തിനു സുഹൃത്തുക്കളെ? സ്വർഗത്തിന് വേണ്ടി. ജനിച്ച ഭൂമിയിൽ നിന്ന് ആട്ടിപ്പുറത്താക്കപ്പെടുമോ എന്ന പേടിയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. സസൂക്ഷ്മം നമ്മുടെ ഫോമുകൾ നമ്മൾ പൂരിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു ഫോട്ടോയുടെ പേരിലോ, കാത് കാണിക്കാത്തതിന്റെ പേരിലോ, മുഖത്തെ താടിയുടെ പേരിലോ, അഡ്രസ്സിലുള്ള ചെറിയ പിശകിന്റെ പേരിലോ ഈ മണ്ണ് നമുക്ക് നിഷേധിക്കപ്പെടുമോ എന്ന് ഭീതിയോടെ നോക്കിക്കാണുന്ന പേടിച്ചരണ്ട് കുടുംബങ്ങളിൽ ജീവിക്കുന്ന സ്ത്രീകളും മക്കളുമുണ്ട്, യുവാക്കളുണ്ട്, മധ്യവയസ്കന്മാരുണ്ട്. സഹോദരന്മാരെ, സ്വദേശം വിട്ട്, മദീന വിട്ട്, മക്ക വിട്ട് മദീനയിലേക്ക് സഹാബത്ത് പലായനം ചെയ്തത് കയ്യിലൊന്നുമില്ലാത്തവരായിക്കൊണ്ടാണ്.
പീഡനങ്ങൾ അനുഭവിച്ച് നീണ്ട വർഷങ്ങൾ 13 കൊല്ലം കഷ്ടപ്പെട്ടതിനൊടുവിലാണ് അവർ മദീനയിലേക്ക് പലായനം ചെയ്തത്. എന്തിനു വേണ്ടിയായിരുന്നു? സ്വർഗത്തിനു വേണ്ടിയായിരുന്നു. അതുകൊണ്ട് സ്വർഗം നേടാനുള്ള വഴികളെ നാമായിട്ട് തടയരുത്. നമ്മുടെ ഉമ്മയും നമ്മുടെ ഉപ്പയും നമ്മെ എത്ര കഷ്ടപ്പെട്ടാണ് പോറ്റിയതെന്നത്, നമ്മൾ നമ്മുടെ മക്കളെ എത്ര കഷ്ടപ്പെട്ടാണ് പോറ്റുന്നത് എന്നത് മനസ്സിലാക്കിയാൽ തന്നെ, ചിന്തിച്ചാൽ തന്നെ അറിയാവുന്ന കാര്യമാണ്. ഉള്ള കാലത്ത് നാം ഇത്ര കഷ്ടപ്പെടുന്നുവെങ്കിൽ ഇല്ലായ്മയുടെ കാലത്ത് നമ്മെ പോറ്റാൻ നമ്മുടെ മാതാപിതാക്കൾ എത്ര നൊമ്പരങ്ങൾ സഹിച്ചു കാണും. ആ വേദനകൾ സ്വന്തം ഹൃദയത്തിലേക്ക് കയറ്റിവെക്കാൻ സഹോദരന്മാരെ നമുക്കാകുമ്പോൾ ആ വയോധികരായ ആ നമ്മുടെ മാതാപിതാക്കൾ അവരുടെ കാൽ കീഴിലുള്ള സ്വർഗം നേടാൻ നമ്മൾ പരിശ്രമിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ശപിച്ച, ജിബ്രീൽ പ്രാർത്ഥിച്ച ആളാരാണ്? വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളെ പൊന്നുപോലെ പരിചരിച്ച് സ്വർഗത്തിലേക്ക് എത്തിക്കാത്ത മക്കൾ, അവർക്ക് നാശമുണ്ടെന്നും ശാപമുണ്ടെന്നും അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. 6ാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലാത്തവൻ. സുഹൃത്തുക്കളെ, ഒരു സദസ്സിലിരുന്ന് നമുക്ക് എന്തെല്ലാം ചെയ്യാനുണ്ട്. പ്രവാചകനെ സ്വലാത്ത് ചൊല്ലാനുണ്ട്, അല്ലെ? നമുക്ക് സ്വർഗം കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കാനുണ്ട്, നരകം കേൾക്കുമ്പോൾ രക്ഷ തേടാനുണ്ട്, ദീനിനെക്കുറിച്ച് പറയുമ്പോൾ പടച്ചറബ് ഇത് സ്വീകരിക്കാനുള്ള തൗഫീഖ് നൽകണേ എന്ന് ആത്മാർത്ഥമായി പടച്ചറബിനോട് മനസ്സുരുകി പ്രാർത്ഥിക്കാനുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവന് 10 കാരുണ്യം ചൊരിയും, അള്ളാഹു ധാരാളം പ്രതിഫലം നൽകുമെന്ന് പറയുമ്പോൾ അവർക്ക് സ്വലാത്തില്ല, ഇവർ സ്വലാത്ത് ചെല്ലാത്തവരാണ്, നമുക്ക് മാത്രമാണ് സ്വലാത്തുള്ളത് എന്ന കള്ളപ്രചാരണം സുഹൃത്തുക്കളെ നാം ജീവിതത്തിൽ ഈ ഒരു ഇബാദത്ത് പ്രാവർത്തികമാക്കാത്തതുകൊണ്ട് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ശരിയാണ്, പെട്ടിയിലാക്കുന്ന സ്വലാത്ത് നമുക്കില്ല, ആളുകളെ പോക്കറ്റടിക്കുന്ന സ്വലാത്ത് നമുക്കില്ല, നമുക്ക് യാത്രയപ്പുണ്ട്, അവിടെ നമുക്ക് പ്രാർത്ഥനയാണുള്ളത്, അവിടെ നമുക്ക് ഉസ്താദിനൊരു ചെലവില്ല, നമുക്ക് കുടിയിരിക്കലുണ്ട്, അവിടെ നാം ആ ഒരു അനുഗ്രഹത്തിന്റെ ശുക്ർ കുടുംബമെല്ലാം ഒരുമിച്ച് ചേർന്ന് നാം അവിടെ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. അവിടെ ഉസ്താദിന്റെ പോക്കറ്റിലേക്ക് ഒരു ചെലവില്ല. നമുക്ക് മരണമുണ്ട്, അവിടെ മയ്യത്തിനെ പൊതിയാനുള്ള തുണിക്കും ഖബർ കുഴിക്കാനുള്ളതിനുമുള്ള ചെലവുണ്ടെന്നല്ലാതെ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന, കൊല്ലങ്ങൾ നീണ്ടു നിൽക്കുന്ന ഉസ്താദിന്റെ പോക്കറ്റിലേക്ക് ഒരു ചെലവ് ഇല്ല. അതൊക്കെ നിഷേധിച്ചതിന്റെ പേരിൽ നമുക്ക് സ്വലാത്തില്ലെന്ന് പറയുമ്പോൾ സുഹൃത്തുക്കൾ, അത് കള്ളപ്രചാരണമാണ്. നമുക്ക് സ്വലാത്തുണ്ട്. സ്വലാത്ത് നിത്യവും രാവിലെയും വൈകുന്നേരവും 10 തവണ സ്വലാത്ത്, അദ്കാർ സബാഹ് വൽ മസായിൽ പ്രവാചകൻ സുന്നത്തായി പഠിപ്പിച്ചതാണ്. നമസ്കാരത്തിലുണ്ട്, പള്ളിയിൽ കയറുമ്പോഴുണ്ട്, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലാത്തവർക്ക് ശാപമുണ്ടെന്ന് പറയുമ്പോൾ ആ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു ശപിച്ചവരെ കുറിച്ചാണ്, പ്രവാചകൻ ശപിച്ചവരെ കുറിച്ചാണ്, ലോകർ ശപിച്ചവരെ കുറിച്ചാണ്, മലക്കുകൾ ശപിച്ചവരെ കുറിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത്. നോക്കൂ, മറ്റൊരു ഹദീസ്, ഇദാ ദഅ അർ-റജുലു ഇംറഅതഹു ഇലാ ഫിറാശിഹി ഫഅബത് അൻ തജിഅ, ഒരു പുരുഷൻ തന്റെ ഭാര്യയെ അയാളുടെ ആ ഒരു ആവശ്യത്തിന് വേണ്ടി ക്ഷണിക്കുമ്പോൾ അവൾ വിസമ്മതം കാണിച്ചു. നേരം വെളുക്കുവോളം മലക്കുകൾ അവൾക്കെതിരെ ശപിച്ചു പ്രാർത്ഥിക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. തന്നെ പരിചരിക്കുന്ന, തന്നെ പോറ്റുന്ന, തനിക്കും മക്കൾക്കും ചിലവ് നൽകുന്ന, നമ്മുടെ വിശപ്പടക്കുന്ന, നമുക്ക് സംരക്ഷണം ഒരുക്കുന്ന നമ്മുടെ ഇണയുടെ ക്ഷണത്തെ ഒരാളും നിഷേധിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. കാരണങ്ങൾ കൊണ്ട് നിഷേധിക്കുന്നതിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. മറ്റു പല വിഷയത്തിന്റെയും പേരിൽ നിഷേധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നേരം വെളുക്കുവോളം മലക്കുകൾ അയാൾക്കെതിരെ, ആ സ്ത്രീക്കെതിരെ ശപിക്കുമെന്നാണ്. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൽഊനുൻ മൻ അതാ ഇംറഅതഹു ഫീ ദുബ്രിഹാ, ഒരു പുരുഷൻ തന്റെ ഭാര്യയുമായിട്ട് സംസർഗത്തിൽ ഏർപ്പെടാൻ പാടില്ലാത്ത വഴികളിലൂടെ ലൈംഗിക ചേഷ്ടകൾ കാണിച്ചാൽ, പിന്തോരത്തിലൂടെ സമീപിച്ചാൽ അവന്റെ മേൽ ശാപമുണ്ട് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നെന്താണ് സഹോദരന്മാരെ, വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആൾക്കാർക്ക് പോലും അറിയില്ല എന്താണ് കുടുംബജീവിതം, എന്താണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ ഒരു ലൈംഗിക ബന്ധം. അവർ സോഷ്യൽ മീഡിയകളിലൂടെ കണ്ട, അവർ പല സൈറ്റുകളിലൂടെയും കണ്ട ലൈംഗിക വൈകൃതങ്ങളുടെ ഒരു പ്രാക്ടിക്കൽ സെഷനായിട്ട് ബെഡ്റൂമുകൾ മാറുമ്പോൾ അവിടെ 2 വ്യക്തികൾ തമ്മിൽ എന്തോ നടക്കുന്നു എന്നല്ലാതെ ആത്മാർത്ഥമായ സ്നേഹത്തിന്റെ പ്രകടനം, ആ വൈകാരിക പൂർത്തീകരണം, ആ ഒരു ലാളന, ആ ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു മവദ്ദത്തും റഹ്മത്തും പ്രകടമാകാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇസ്ലാമികമായ നിർദ്ദേശങ്ങളും അറിയില്ല, ഭൗതികമായിട്ടൊരു പെണ്ണിന്റെ വികാരം അറിയില്ല, ഒരു പുരുഷന്റെ നീഡ്സ് അറിയില്ല. 2 പേർക്കും ഇതറിയാത്തതിന്റെ ദുരന്തം അനുഭവിക്കുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ലൈംഗിക വൈകൃതങ്ങൾക്ക് നമ്മുടെ കിടപ്പറ വേദിയായാൽ പടച്ചറബിന്റെ ശാപമുണ്ടാകും എന്നാണ്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയത്. നോക്കൂ, ഒരാളെ തന്റെ അയൽവാസി വല്ലാതെ ദ്രോഹിക്കുമായിരുന്നു. പ്രവാചകൻ പറഞ്ഞു, താങ്കളുടെ വിഭവങ്ങൾ റോഡിന്റെ നടുവിൽ കൊണ്ടുപോയി വെക്കൂ. അപ്പോൾ അദ്ദേഹം റോഡിന്റെ നടുവിൽ കൊണ്ടുപോയി വെച്ചു. ആളുകൾക്കൊക്കെ ചെറിയൊരു പ്രയാസമായി. അപ്പോൾ ചോദിക്കുന്നവരോടൊക്കെ എന്തു പറയണം? എന്റെ അയൽവാസി എന്നെ ദ്രോഹിക്കുന്നു എന്ന് നീ പറയണം. അപ്പോൾ വഴിയിലൂടെ പോകുന്ന മുഴുവൻ ആളുകളും ആ അയൽവാസിയെ ശപിക്കാൻ തുടങ്ങി. ഈ വിവരമറിഞ്ഞ അയൽവാസി വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കളുടെ വിഭവം എടുത്തു പോവുക, ഒരിക്കലും താങ്കളെ ഞാൻ ഉപദ്രവിക്കില്ല എന്നാണ്. സുഹൃത്തുക്കളെ, ലോകർ മുഴുവൻ ശപിക്കുന്ന ഒരു കാരണമാണ് തന്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്നവരെ ഉപദ്രവിക്കുക, ബുദ്ധിമുട്ടിക്കുക എന്നത് എന്ന് ഹദീസിൽ വന്നത് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഓർഡറൊന്നുമില്ല, വിഷയസംബന്ധമായിട്ട് വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ശാപമറിയിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഇന്ന് സൗന്ദര്യബോധമാണ് എല്ലാവർക്കും, പ്രായഭേദമന്യേ എല്ലാവർക്കും സൗന്ദര്യബോധം കൂടിയ സമയമാണ്. സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഒരു മനുഷ്യനെ എത്രത്തോളം അപകടകരമായിട്ട് ബാധിക്കുന്നു എന്ന് ഡോക്ടേഴ്സ് ഇന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാലും കോസ്മെറ്റിക്സ് ഉപയോഗിച്ചുകൊണ്ട് പുറത്തു പോകുന്ന ആളുകൾ താൽക്കാലികമായിട്ടുള്ള ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയിട്ടാണ് പലപ്പോഴും ഇതെല്ലാം ചെയ്യുന്നത്. കണ്ണാടിയിൽ നോക്കുമ്പോൾ എനിക്കൊരു സുഖം തോന്നാൻ, എന്നെ നോക്കുമ്പോൾ മറ്റുള്ളവർ നോക്കുമ്പോൾ അവരിലൂടെ, അവരുടെ കണ്ണുകളിലൂടെ എന്നെ നോക്കുമ്പോൾ അവർക്കൊരു ഇമ്പം തോന്നാൻ, ഇതിനൊക്കെ വേണ്ടി സ്വന്തം ജീവിതത്തിന് അപകടമാണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും ഇതെല്ലാം ഉപയോഗിക്കുന്നവരോട് ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യം, നിങ്ങൾക്ക് തന്റെ ഇടമുണ്ടോ നിങ്ങളുടെ തനി നിറം കാണിച്ച് പുറത്തിറങ്ങാൻ? നിങ്ങൾക്ക് പടച്ചറബ് നൽകിയ നിങ്ങളുടെ സൗന്ദര്യം, ഇങ്ങനെയാണ് എന്റെ സൗന്ദര്യം, ഇത് ഞാൻ പ്രകടിപ്പിച്ച് പുറത്തിറങ്ങും, അത് കാണുന്നവർ വേണമെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ മതി, നിങ്ങളെ ഇഷ്ടപ്പെടുത്തലല്ല എന്റെ ലൈഫിന്റെ ലക്ഷ്യമെന്ന് പറയാനുള്ള തന്റെ ഇടം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വില കൊടുത്ത്, വലിയ വില കൊടുത്ത് കോസ്മെറ്റിക്സ് ഉപയോഗിച്ച് മുഖത്ത് ഗ്ലോ വർദ്ധിപ്പിക്കാൻ വേണ്ടി പല മെഡിസിൻസും കഴിച്ച് ആളുകളുടെ മുമ്പിൽ കാണിക്കുന്ന ഇത്തരത്തിലുള്ള ഈ എക്സിബിഷനിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, എന്തറിയും, വാശിമാത്തിനെയും അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് മുതനമ്മിസാത്തിനെയും അതുപോലെ മുതഫല്ലിജാത്തിനെയും ഒക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു എന്നാണ്. ആരാണ്? പച്ച കുത്തുന്നവരെ, പച്ച കുത്താൻ ആവശ്യപ്പെടുന്നവരെ, അതുപോലെ തന്നെ പുരികം പ്ലക്ക് ചെയ്യുന്നവരെ, സൗന്ദര്യത്തിന് വേണ്ടി പല്ലുകൾ രാഗി മിനുക്കി വിടവുകൾ ഉണ്ടാക്കുന്നവരെ, അതുപോലെ പടച്ചറബ് നൽകിയിട്ടുള്ള സിട്ടിപ്പിൽ മാറ്റം വരുത്തുന്നവരെ ഒക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു എന്നതാണ്. സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്തും ചെയ്തു കൂട്ടുന്ന പ്രവൃത്തി സുഹൃത്തുക്കൾ അള്ളാഹുവിന്റെ ശാപം നമ്മിലേക്ക് വരുത്തിവെക്കുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അഭിനയമില്ലാതെ, നാട്യമില്ലാതെ, ജീവിതം പ്രച്ഛന്നവേഷമാകാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൽ തൃപ്തിപ്പെട്ട് എന്റെ ജീവിതത്തിന്റെ നിയോഗം മനുഷ്യരുടെ മുന്നിലുള്ള കാട്ടിക്കൂട്ടലുകളല്ല, എന്റെ പടച്ച റബ്ബിന്റെ മുന്നിലുള്ള ഇബാദത്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഏറ്റവും നല്ലവരായി ജീവിക്കാനും കൂടുതൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിച്ച് ഫ്രസ്ട്രേറ്റഡ് ആകാതെ അതിലൊക്കെ മനസ്സിൽ നിന്ന് വിട്ട് അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കുമ്പോൾ കിട്ടുന്ന സമാധാനത്തിലൂടെ നമ്മളെല്ലാവരും മുന്നോട്ട് പോവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പഠിക്കേണ്ട ഒരു വിഷയത്തെ അത്തരം ആളുകൾക്ക് പഠനത്തിന് വേണ്ടി വിട്ടു നൽകുകയാണ്. അത് ലുഇനൽ മൂസിലാത്ത്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലഅന അല്ലാഹുൽ വാസില വൽ മുസ്തൗസില, മുടി അത് വെച്ചുപിടിപ്പിക്കുന്ന ആളുകളെ, അതിനു വേണ്ടിയിട്ട് കൽപ്പിക്കുന്ന ആളുകളെ, വിഗ്ഗുവെക്കുന്നവരെ അള്ളാഹുവിന്റെ പ്രവാചകൻ ശപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ചില ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളുമുണ്ട്. അതല്ലാത്ത നിലക്കുള്ള വെപ്പുമുടി ഇസ്ലാം വിലക്കിയിട്ടുണ്ട് എന്നത് ചുരുങ്ങിയ ഒരു അളവിൽ അതിനെക്കുറിച്ച് പറയുകയാണ്. ബാക്കി അത്തരം സംശയമുള്ളവർ കൂടുതൽ പഠിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കൃത്രിമ മുടി വെക്കുന്നവരെ, അതാണാകട്ടെ പെണ്ണാകട്ടെ, അവരെ പ്രവാചകൻ ശപിച്ചിട്ടുണ്ട്. മറ്റൊരു ഹദീസിലുള്ളത് ലഅന റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ പ്രവാചകൻ ശപിച്ചിരിക്കുന്നു, അൽ മുതശബ്ബിഹാതി മിനൻ നിസാഇ ബിർരിജാൽ വൽ മുതശബ്ബിഹീന മിനർ റിജാലി ബിന്നിസാ, സ്ത്രീകളോട് സാദൃശ്യം പുലർത്തുന്ന പുരുഷൻ. ഒരു പുരുഷൻ, ബി എ മാൻ, പുരുഷൻ ഒരു ആണായിരിക്കണം. അവൻ വീടിന്റെ ചെലവ് നോക്കണം, അവൻ ആണിന്റെ ക്വാളിറ്റി കാത്തു സൂക്ഷിക്കണം, അവന് ഓരോ വിഷയത്തിലും കൃത്യമായ നിലപാടുണ്ടായിരിക്കണം, അവൻ ഏറ്റെടുത്ത കാര്യങ്ങൾക്ക് ഒരു പങ്ക്ച്വാലിറ്റി ഉണ്ടായിരിക്കണം. അതാണ് ഒരു ആണായിരിക്കുക എന്ന് പറഞ്ഞാൽ. റിജാൽ എന്ന് പറഞ്ഞാൽ അതൊരു പഠിക്കേണ്ട പ്രയോഗമാണ്. ആണ്, അത് ആ ഒരു ആണ് എന്ന് പറയുന്നത് ഒരാണായിരിക്കണം. അതിന്റെ അർത്ഥം വീട്ടിൽ ഭാര്യമാരെ തല്ലി ഒടിക്കണമെന്നല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു ആണായിരുന്നു.
പക്ഷെ അദ്ദേഹം വീട്ടിൽ വന്നാൽ പൂച്ചക്കുട്ടികളെ പോലെയായിരുന്നു എന്നാണ്. അതിന്റെ അർത്ഥം തന്റെ ഇണകളും മക്കളുമായിട്ട് വാത്സല്യത്തിൽ പെരുമാറുമായിരുന്നു എന്നാണ്. അതിനുമർത്ഥം അവർക്ക് തോന്നിയ രൂപത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് കണ്ണടക്കുമായിരുന്നു എന്നല്ല, മറിച്ച് അവർക്കാവശ്യമായിട്ടുള്ള ഇമോഷണൽ സപ്പോർട്ട് അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ധീരനായിരുന്നു എങ്കിൽ പോലും മക്കൾക്കും ഇണകൾക്കും അത് മിസ്സാക്കിയിരുന്നില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ആണായിരിക്കണം. വലൈസ ദക്കറു കൽ ഉൻസ, പുരുഷൻ സ്ത്രീയെ പോലെയല്ല, സ്ത്രീ പുരുഷനെ പോലെയല്ല. എന്തേ? അതിനുവേണ്ടി മുറവിളി കൂട്ടിയിട്ട് പലവിധ പ്രയാസങ്ങളും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. സ്ത്രീ ഒരിക്കലും പുരുഷനാവില്ല, പുരുഷനൊരിക്കലും സ്ത്രീയാവില്ല. ഏതെങ്കിലും രണ്ടേ ഉള്ളൂ എന്ന് ട്രംപ് വരെ വിളിച്ചു പറഞ്ഞു. ഇവിടെ രണ്ടേ ഉള്ളൂ, ഒന്നുകിൽ ആണ് അല്ലെങ്കിൽ പെണ്ണ്, രണ്ടും കെട്ടതില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സഹോദരന്മാരെ, ഏതാണോ കൂടുതൽ, ഏതിലേക്കാണോ കൂടുതൽ ഒരാൾ ചായ്വുള്ളത്, ഒരാളുടെ ശരീരവും വികാരങ്ങളും ഏതിലേക്കാണോ ഉള്ളത് അതിലേക്ക് അയാളെ മനസ്സിനെ എത്തിക്കാനാണ്. അല്ല, മനസ്സ് എന്താണോ തോന്നുന്നത്, ഇത്രയും താടിയും ഇത്രയും ആൺരൂപവുമുള്ള എനിക്ക് തോന്നുന്നു ഞാൻ പെണ്ണാണ്, അപ്പോൾ ഞാൻ പെണ്ണാവുക, അതല്ല ശരി. എന്റെ മനസ്സിൽ ഒരു കൗൺസിലിങ്ങും ഒരു തെറപ്പിയും അതുപോലെ തന്നെ ഒരു നല്ലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വേണ്ട മെഡിസിൻസും നൽകിയിട്ട് എന്റെ മനസ്സിനെ, എന്റെ ബോഡിയിലെ എന്റെ വികാരങ്ങളിലേക്ക് എന്റെ മനസ്സിനെ മാറ്റുകയെന്നല്ലാതെ തോന്നിയാസത്തിന് ഓരോരുത്തരും വിട്ടുകൊടുക്കുക എന്നുള്ളതല്ല. ഒരു പെണ്ണും ഒരാണാകാൻ പാടില്ല, ഒരാണും ഒരു പെണ്ണാകാൻ പാടില്ല. അത് എല്ലാറ്റിലും, നടത്തത്തിലും പെരുമാറ്റത്തിലും വസ്ത്രത്തിലും വേഷവിധാനങ്ങളിലുമൊക്കെ. ഇന്ന് ആണിനും പെണ്ണിനൊക്കെ ഒരേ ഡ്രസ്സാണ്. സുഹൃത്തുക്കളെ, കാലം ഇങ്ങനെയാണ്, നിങ്ങൾക്ക് തിരിയാത്തത് കൊണ്ടാണ്, നിങ്ങൾ പിന്നോട്ട് വലിക്കുകയാണ്, ഇതൊക്കെ പറഞ്ഞോളി, പക്ഷെ ഒരു കുഴപ്പമില്ല. പക്ഷെ എന്താ അറിയോ, ഹത്താ സുർത്തുമുൽ മഖാബിർ, അത്രേ ഉള്ളൂ. ഇതൊക്കെ പറയണോനൊക്കെ പടച്ചോന്റെ അടുത്ത് കണ്ട് ചെല്ലും. അന്ന് അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഹൽ വജദ്തും മാ വഅദ റബ്ബുകും ഹഖ്ഖാ ഖാലൂ നഅം. നിങ്ങൾക്ക് മനസ്സിലായോ? അന്ന് പ്രവാചകന്മാരിലൂടെ, പ്രബോധകന്മാരിലൂടെ, പ്രമാണങ്ങളിലൂടെ നിങ്ങളെ ബോധ്യപ്പെടുത്തിയ ഈ പരലോകം സത്യമാണെന്നത് നിങ്ങൾ നേർക്കുനേരെ കണ്ടുവോ? ഖാലൂ നഅം, അവർ പറയും അതെ. ഫഅദ്ദന മുഅദ്ദിനും ബൈനഹും ലഅനത്തുല്ലാഹി അലൽ കാഫിരീൻ. അന്ന് വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറയും, ഇതാ ഇന്ന് കുഫ്ർ വെച്ച് മുന്നോട്ട് പോയ ആളുകൾക്ക്, നിഷേധിച്ചവർക്ക്, മറന്നവർക്ക്, അശ്രദ്ധ കാണിച്ചവർക്ക് ശാപമുള്ള ദിവസമാണിന്ന് എന്ന് പരലോകത്ത് വെച്ച് പറയും. അതുകൊണ്ട് സഹോദരന്മാരെ, ഇപ്പോഴുള്ള ന്യായങ്ങളൊക്കെ അന്നും ഉണ്ടായിരിക്കണം എന്ന് മാത്രം ഒരു റിക്വസ്റ്റേ അത്തരം ആളുകളോടുള്ളൂ. ഈമാനുള്ള, സ്വർഗം പ്രതീക്ഷിക്കുന്ന, പരലോകത്ത് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കണം പടച്ചോനിൽ വിശ്വസിച്ച മുസ്ലിമായിട്ടുള്ള ആൾക്കാർ, അവര് എന്ത് ചെയ്യണം? ആണിനനുവദിച്ചതാണും പെണ്ണിനനുവദിച്ചത് മാത്രം പെണ്ണും ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. നഗ്നത മറക്കാത്ത വസ്ത്രങ്ങൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന പെൺമക്കളുടെ വസ്ത്രം, നമ്മുടെ സ്ത്രീകളുടെ വസ്ത്രം, എന്താ സുഹൃത്തുക്കൾ ഇതിനൊക്കെ ഒരു അവസ്ഥ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. നിസാഉൻ കാസിയാത്തുൻ മാഇലാത്തുൻ മുമീലാത്തുൻ റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മാഇല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഒരു അവസ്ഥയിലേക്കല്ലേ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൃദുലമായ വസ്ത്രം, അപൂർണമായ വസ്ത്രം, അല്ലെ, ടൈറ്റായ വസ്ത്രമിട്ട് ശരീരഭാഗങ്ങളെ തെളിച്ചും മുഴച്ചും പച്ചയായിട്ടും കാണിച്ചു നടക്കുന്ന സഹോദരിമാരെ, ആ കണ്ണാടിയുടെ മുന്നിൽ വെച്ച് നമ്മൾ ചീകി മിനുക്കി വസ്ത്രം മാറ്റി ഇറങ്ങുമ്പോൾ ഭംഗിയുണ്ടോ എന്ന് മാത്രമല്ല, ആകാശത്തിനുപരിയിൽ നിന്ന്, അർശിൽ നിന്ന് എന്റെ പടച്ച റബ്ബ് എന്നെ നോക്കുമ്പോൾ എന്റെ റബ്ബിന് ഈ വസ്ത്രം ഇഷ്ടമാകുമോ എന്നൊരു, അല്ലെ, ഇത്രയൊക്കെ ആൾക്കാരൊക്കെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, അല്ലെ, ഈ കൂടെ ഉള്ള നമ്മുടെ കസിൻസിനെയും ക്ലാസ്മേറ്റ്സിനെയും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് വേഷം ധരിക്കുമ്പോൾ, ഈ ശ്വസിക്കുന്ന ഓക്സിജന്റെ ഉടമ, അല്ലെ, ഈ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഉടമ, ഈ ജീവിക്കുന്ന മണ്ണിന്റെ ഉടമ, ഈ ശരീരത്തിന്റെ ഉടമ, ആ പടച്ചറബിന് ഒരു ചെറിയ വാല്യൂ, അല്ലെ, ചെറിയ വാല്യൂ അതുള്ളവന് സുഹൃത്തുക്കളെ മാറും, ഒരു സംശയമില്ല. ഇതൊക്കെ എന്താ വെച്ചാൽ വളരെ എളുപ്പമാണ് മാറാൻ. നമ്മളൊന്നും ആ ഒരു അർത്ഥത്തിൽ ചിന്തിച്ചിട്ടില്ല. ആ ഒരു അർത്ഥത്തിൽ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നും, എന്താപ്പല്ലെങ്കിൽ അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തൊരു വേഷം ധരിച്ച് ഞാൻ ഭയങ്കര ബ്യൂട്ടി ആയിട്ട് അതിന് കുറെ ആൾക്കാർ ലൈക്കും തന്നിട്ട് എന്ത് കാര്യമുള്ളത് എന്ന് ബോധ്യപ്പെടും. ഇങ്ങനെ ഒന്ന് മനസ്സിലേക്ക് ഇറക്കി വെച്ച് കാര്യങ്ങൾ ചിന്തിക്കാനുള്ളൊരു മനസ്സ് കാണിക്കുക എന്നുള്ള, ഇങ്ങനെ സുഹൃത്തുക്കൾ ഒരുപാട് വിഷയങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇന്ന് കൈക്കൂലിയുടെ കാലമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റാശി വൽ മുർത്തശി, കൈക്കൂലി വാങ്ങുന്നവനും കൊടുക്കുന്നവനും അവനൊക്കെ ശാപം അർഹിക്കുന്നവനാണ്, അല്ലെ. ആളുകൾ എവിടെയും മാലിന്യങ്ങൾ നിക്ഷേപിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖുൽ അനീൻ, നിങ്ങൾ ശാപത്തിന് കാരണമാകുന്ന
പ്രവൃത്തിയിൽ നിന്ന് മാറി നിൽക്കണം. എന്തേ? ആളുകൾ വിശ്രമിക്കുന്ന പൊതു ഇടങ്ങളിൽ കാഷ്ടിക്കുന്ന, മൂത്രിക്കുന്ന, അവിടെ കാർക്കിച്ചു തുപ്പി വൃത്തികേടാക്കുന്ന ആളുകൾ അല്ലെ, മിണ്ടാപ്രാണികൾ ദ്രോഹിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്കും ശാപമുണ്ട്. മോഷ്ടിച്ച് കവർച്ച നടത്തി കാശുണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, അവർക്കും ശാപമുണ്ട്. ജീവിതത്തിലെ ദുഃഖങ്ങളും വിഷമങ്ങളും വരുമ്പോൾ തലച്ചു വലിച്ചു കീറി സീനുണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, അവർക്കും ശാപമുണ്ട്. ലഹരിയുമായി ബന്ധപ്പെട്ട എല്ലാവരും ശപിക്കപ്പെട്ടവരാണ്. ഉണ്ടാക്കുന്നവനും ആർക്കുണ്ടാക്കുന്നോ അയാളും, കൊണ്ടുപോകുന്നവനും ആർക്ക് വേണ്ടി കൊണ്ടുപോകുന്നു അയാളും, വിൽക്കുന്നവനും വാങ്ങുന്നവനും, അതുമായി ബന്ധപ്പെട്ട മുഴുവൻ മേഖലയിലും ശാപവാക്കുകൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ശാപം അറിയിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ജീവിതം അല്പമേ ഉള്ളൂ എന്ന സത്യം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ ശാപത്തിന് പാത്രമാകാതെ ശരിയായ ദീനിന്റെ വഴിയിൽ അടിയുറച്ചു മുന്നോട്ടു പോയി ഓരോ 24 മണിക്കൂറും കഴിഞ്ഞു പോകുമ്പോൾ എവിടേക്കാണ് എന്റെ യാത്ര എന്ന് തിരിച്ചറിയണം. ശരീരം അടയാളം കാണിക്കുന്നുണ്ട്, നമ്മുടെ താടി രോമങ്ങൾ പതിയെ നരച്ചു തുടങ്ങുന്നുണ്ട്, നമ്മുടെ പല്ലുകൾ ദുർബലമായിക്കൊണ്ടിരിക്കുന്നുണ്ട്, നമ്മുടെ നല്ല ആർദ്ധവത്വമുള്ള മുഖം അത് പരുഷമാകുന്നുണ്ട്, കൺതടങ്ങൾ കറുത്തു പോകുന്നുണ്ട്, ചുളിവ് ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെ, 40 കഴിഞ്ഞാലും ചുളിയാതിരിക്കാൻ എന്താണ് വഴിയെന്ന് സോഷ്യൽ മീഡിയയിൽ പരതുന്ന ആളുകളുണ്ട്. ഇത് ചുളിഞ്ഞുകൊണ്ടേയിരിക്കും സഹോദരന്മാരെ. ഇത് ഖബറിലേക്കുള്ള യാത്രയാണ്. ഇത് താൽക്കാലികമായ ഒരു ലോകമാണ്. ഈ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട്, കണ്ണും കാതും മനസ്സും സൂക്ഷിച്ച് ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ഓരോ ഇബാദാത്തുകളും ശ്രദ്ധയോടുകൂടെ ചെയ്തുകൊണ്ട്, നിർബന്ധ കാര്യങ്ങളിൽ ഒരു ചെറിയ അനാസ്ഥ പോലുമില്ലാതെ 5 നേരവും പള്ളിയിൽ ജമാഅത്ത് കൃത്യമായി നിർവഹിച്ചുകൊണ്ട്, ഏത് പ്രയാസമുണ്ടായാലും റബ്ബേ നിനക്ക് ഒരിക്കലും ഞാൻ എതിര് പ്രവർത്തിച്ചിട്ടില്ല പടച്ചോനെ എന്ന് ധൈര്യസമേതം പറയാൻ പറ്റിയ കോലത്തിൽ നല്ലവരായി മുന്നോട്ടു പോകാൻ നമ്മൾ പരിശ്രമിക്കാം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും എല്ലാവിധ ഖൈറും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദീനീ ബോധം അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ച് നൽകുമാറാവട്ടെ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ അമാലുകളും അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. നമുക്ക് നേരെയുള്ള എല്ലാ മുസീബത്തുകളെയും അള്ളാഹു തടയുമാറാവട്ടെ. നാം അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. നമ്മിലെ രോഗികളെ അള്ളാഹു ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അള്ളാഹു നമുക്ക് നൽകിയ സമയവും ആരോഗ്യവും സമ്പത്തും മക്കളും കുടുംബവും സമ്പാദ്യവും എല്ലാത്തിനും അള്ളാഹു ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിന്റെ എല്ലാ തുറകളിലും പടച്ച റബ്ബിന് കീഴ്പ്പെട്ട് യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ. ഇൽമും ഈമാനും തഖ്വയും അള്ളാഹു വർദ്ധിപ്പിച്ചു നൽകട്ടെ. ഈ മണ്ണ് നമുക്ക് നൽകിയ സ്വാതന്ത്ര്യം അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. ഇവിടെ അനൈക്യവും ഛിദ്രതയും കലാപവും വിതച്ച് പുതിയ നരേഷനുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന തന്ത്രശാലികളുടെ തന്ത്രത്തെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. അത്തരം അജണ്ടകളെ അവരുടെ നാശത്തിനുള്ള കാരണമാക്കുമാറാവട്ടെ. രാജ്യം പിടിച്ചടക്കാൻ വേണ്ടി മെനയുന്ന ആസൂത്രണങ്ങളെല്ലാം രാജ്യം അവരുടെ കയ്യിൽ നിന്ന് പോകാനുള്ള അസ്ബാബുകളാക്കി അള്ളാഹു മാറ്റുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹു ആശ്വാസം പ്രദാനം ചെയ്യട്ടെ. മനുഷ്യരെ കൊല്ലാകൊല ചെയ്യുന്ന ഏതൊരു ശക്തിയെയും അള്ളാഹു തകർത്ത് തരിപ്പണമാക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ഖൈറും ബർക്കത്തും കാവലും തുണയും സഹായവും അവന്റെ പക്കൽ നിന്നുള്ള സമാധാനവും വർഷിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ചേർക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ മനോവിഷമങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പരാധീനതകളും നാം ഭയക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു നമ്മെ തൊട്ട് അകറ്റുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.